ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എയർപോർട്ടാണ്. പക്ഷെ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറാൻ ഈ എയർപോർട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺസും അയച്ചിരിക്കുന്നു. ഇത് ഖത്തറിലെ അൽ ഉദൈദ് എയർപോർട്ടാണ്. സ്വാഭാവികമായും സംശയമുയരും, എന്തിന് ഇറാൻ ഖത്തറിനെ ആക്രമിക്കണം? ഈ എയർപോർട്ടിന് തൊട്ടടുത്തായിട്ട് അക്വാ പാർക്കെല്ലാം വരുന്നുണ്ട് ഖത്തറിന്റെ. അവിടെയെല്ലാം ധാരാളം വിനോദസഞ്ചാരികൾ വന്നുപോകുന്ന സ്ഥലവുമാണ്. ഖത്തറുമായിട്ട് അത്ര വലിയ പ്രശ്നവും ഇറാനില്ല. ഇറാന് ചുറ്റും അമേരിക്കയുടെ ബേസ് ക്യാമ്പുകളുണ്ട്. അതിൽ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ബേസ് ക്യാമ്പാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർപോർട്ട്. ഈ എയർപോർട്ട് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ അധികാരപരിധിയിൽ വരുന്നതാണ്. അതുപോലെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് അമേരിക്ക യൂസ് ചെയ്യുന്നതാണ്. 100ഓളം ഫൈറ്റർ ജെറ്റ്സിനെ ഒരേ സമയം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇറാൻ ആക്രമിച്ചത് അമേരിക്കയാണ്, ഖത്തറിനെ അല്ല. ഇറാന്റെ ആക്രമണത്തെക്കുറിച്ച് വ്യക്തത വരണമെങ്കിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രം എന്താണെന്ന് അറിഞ്ഞേ തീരൂ. അമേരിക്ക ഒരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അതിന് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിലെല്ലാം സൈനിക താവളങ്ങൾ, ബേസുകൾ ഉണ്ടാക്കും. അത് മെയിനായിട്ടും സൈനിക താവളങ്ങളാണ്. അതേപോലെ ആണവ അന്തർവാഹിനികൾക്ക് പറ്റിയ പോർട്ടുകൾ. ഇവിടെയെല്ലാം യുദ്ധവിമാനങ്ങളും എയർ ഡിഫൻസീവ് സിസ്റ്റവുമെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യും. കരയുദ്ധം അമേരിക്ക അങ്ങനെ ചെയ്യാറില്ല. അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. കരയുദ്ധത്തിനായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി പ്രോക്സീസ് ഉണ്ട്. കൊല്ലാനും ചാകാനുമായിട്ട് പാകിസ്ഥാന്റെ സൈന്യം, അതേപോലെയുള്ള പല ചാവേർ സൈന്യങ്ങളെയും വാടകയ്ക്കെടുക്കും. ഇവിടെ ഇറാന് ചുറ്റും അമേരിക്കയ്ക്ക് സൈനിക ബേസുകളുണ്ട്. ഒമാനിൽ, UAE-യിൽ, ഖത്തറിൽ, ബഹ്റിനിൽ, സൗദി അറേബ്യയിൽ, ഇറാഖിൽ. ഇപ്പുറത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, തുർക്കിയിൽ, തുർക്ക്മെനിസ്ഥാനിൽ. ഇവിടെയെല്ലാം സൈനിക ബേസുകളുണ്ട്. ഇവിടെ നിന്നെല്ലാം അമേരിക്ക ഇറാനെ വളഞ്ഞാണ് ആക്രമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഖത്തറിലെ അൽ ഉദൈദ് എയർപോർട്ട്. അതുപോലെ ഇറാഖിൽ ഈ 2 സ്ഥലത്തേക്കും ഇറാൻ മിസൈലുകളും ഡ്രോൺസും അയച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ അകത്ത് വീണിട്ടുണ്ട്. 95% അമേരിക്ക പ്രതിരോധിച്ചു, അതിനെ തകർത്തു. അതിനൊരു റീസൺ കൂടിയുണ്ട്. ഇറാന് ഈ രാജ്യങ്ങളെയൊന്നും നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ല. ആക്രമിച്ചാൽ അത് അതിലും വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഖത്തറിൻ്റെ എയർ സ്പേസിൽ ഈ മിസൈലുകളും ഡ്രോണുകളും എല്ലാം വന്നപ്പോൾ ഖത്തർ വാൺ ചെയ്തിട്ടുണ്ട് ഇറാന്, ഇനി ഇതേപോലെ സംഭവം ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ശരിക്കും പറഞ്ഞാൽ ഇറാൻ ആക്രമിച്ചത് അമേരിക്കയാണ്. ഇത് അമേരിക്കയുടെ വേറൊരു തന്ത്രം കൂടിയാണ്. തിരിച്ച് ഇറാനെ ആക്രമിക്കാനും പറ്റില്ല. ആക്രമിച്ചാൽ അത് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ അവരുടെ എയർ സ്പേസ് യൂസ് ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇറാൻ പ്രത്യേകം നേരത്തെ അറിയിച്ചിട്ടാണ് ആക്രമിച്ചത്. അത് അമേരിക്കയ്ക്ക് വെറും തമാശയായിട്ട് തോന്നി. ഞാൻ കുറച്ചും കൂടിയൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ ഇത് വളരെ സിമ്പിൾ ആക്രമണമായിപ്പോയി എന്നാണ് ട്രംപ് ഇറാനെ കളിയാക്കിയത്. ഇറാനെ ആക്രമിച്ച് തകർത്തതിന് ശേഷം ഞങ്ങൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടു എന്ന് ട്രംപ് പണ്ട് പറഞ്ഞിരുന്ന പോലെ തന്നെ ഏകപക്ഷീയമായിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇറാൻ എഗ്രി ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. പക്ഷേ ഇറാന്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. ഇറാനെ പുറത്തുനിന്ന് ചൈനയും റഷ്യയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാനാണെങ്കിൽ ഇറാനെ സഹായിക്കുമെന്ന് പറയുകയും പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നുണ്ട്. സൈനിക തലത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി കരയുദ്ധത്തിനുള്ള എല്ലാ സപ്പോർട്ടുകളും പാകിസ്ഥാൻ അവിടെ ഒരുക്കുന്നുണ്ട്. ട്രംപ് എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. ഇറാൻ ഇത് നീട്ടിക്കൊണ്ടുപോയാൽ പാകിസ്ഥാന്റെ പട്ടാളക്കാരായിരിക്കും കരയുദ്ധത്തിനായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി ഇറാനിലേക്ക് ഇറങ്ങാൻ പോകുന്നത്.